എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഈ ആഘോഷങ്ങളെല്ലാം ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ ദിവസങ്ങൾ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ തിരുവോണം അതൊരു നക്ഷത്രമാണ്, ആകാശഗോളമാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം, ചിങ്ങം എന്ന് പറയുന്നത് ഒരു നക്ഷത്ര സമൂഹം, അതിൽപ്പെട്ട ഒന്നാണ് തിരുവോണം എന്ന നക്ഷത്രം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം പിറ കാണുക എന്ന് മുസ്ലിം വിഭാഗത്തിൽ അവരുടെ റംസാൻ പോലുള്ള ആഘോഷങ്ങളിലെല്ലാം കാണുന്നത് ഈ പിറ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ ആകാശഗോളം, അതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഓരോ വർഷത്തെയും ആഘോഷങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ നാനാ ജാതി വിഭാഗങ്ങളുടെ എല്ലാം ആഘോഷങ്ങൾ ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാൻ ഒരു പ്രധാന കാരണം പ്രാചീന മനുഷ്യന്, പുരാതന മനുഷ്യന് ഏക ആശ്രയം ഈ ആകാശഗോളങ്ങളാണ്. അന്ന് കലണ്ടറോ വാച്ചോ ഒന്നുമില്ല, സമയം നിശ്ചയിക്കുന്നത് ആകാശഗോളങ്ങളാണ്. അതിങ്ങനെ കറങ്ങി വരുന്നത് മനുഷ്യൻ എന്നും ഇങ്ങനെ ആകാശത്ത് നോക്കി മനസ്സിലാക്കും. ഒന്ന് കറങ്ങി വരാൻ ഇത്രയും ദിവസം എടുക്കും എന്നവർക്ക് മനസ്സിലാവും. അത് വരുമ്പോൾ അതിൻ്റെ സമയമായി. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ഇത് പിന്നെ കൃഷിയിലും ഇത് തന്നെയാണ് പിന്തുടർന്നത്.